ജോലിക്കിടയിൽ റീൽസ് എടുത്ത ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ വക ലൈക്കും ഷെയറും കിട്ടുമ്പോൾ ഒന്നുറപ്പാണ്, കാക്കി അണിഞ്ഞവരാണ് ഈ റീൽസിന് പിന്നിലെങ്കിൽ ഇതാകില്ല നടപടി. പോലീസിന് ഇതെന്തു പറ്റുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ കണക്കുകൾ തന്നെ പറയും. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് മരണത്തിൽ അഭയം കണ്ടെത്തിയത് 88 പോലീസ് ഉദ്യോഗസ്ഥരാണ്. 7 ദിവസത്തിനിടെ സ്വയം മരണം വരിച്ചത് 6 ഉദ്യോഗസ്ഥർ. അമിത സമ്മർദ്ദവും എന്ത് ജോലി ചെയ്താലും പഴി കേൾക്കാൻ മാത്രം വിധിക്കപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥർ ഒടുവിൽ ജീവിതം ഒരു മുഴം കയറിലും വിഷത്തിലും തീർക്കാൻ മാത്രമുള്ള സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. പറഞ്ഞു വരുന്നത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. അതിരാവിലെ സ്റ്റേഷനിലെത്തുമ്പോൾ കേൾക്കുന്നത് വയർലെസ്സിലൂടെയുള്ള ചീത്തവിളിയും വിരട്ടലുമാണ്. ഉന്നതർ മുകളിലിരുന്ന് ഇടുന്ന ഉത്തരവുകളിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടായാൽ ചെവി തഴമ്പിക്കുന്ന തെറിയാണ് മറുപടി. ചെറിയ പാളിച്ചകൾക്ക് പോലും ജോലി പോകുമെന്ന ഭീഷണി തലയ്ക്ക് മുകളിൽ വാളുപോലെ തൂങ്ങിക്കിടക്കുന്നു. മുകളിലുള്ള ഉദ്യോഗസ്ഥരെ സാർ എന്ന് വിളിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാധാ പോലീസുകാരിൽ 90% ഈ ബഹുമാനം തിരികെ ലഭിക്കുന്നില്ല. എടാ പോടാ വിളികളാൽ മുഖരിതമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. 100-ലേറെ ഉദ്യോഗസ്ഥർ വേണ്ട സ്ഥാനത്ത് പല സ്റ്റേഷനിലും ഉള്ളത് 50-ൽ താഴെ ഉദ്യോഗസ്ഥർ. ചിങ്ങവനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തമ്മിലടിക്കും പരാതിക്കാരനോടുള്ള തെറി അഭിഷേകത്തിനും വെസ്റ്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തിരോധാനത്തിനുമെല്ലാം വഴിയൊരുക്കിയത് ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളായിരുന്നു. കഞ്ഞിക്കുഴിയിൽ വീടിനുള്ളിൽ SIയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിലെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ അമിത ജോലിഭാരവും സേനയിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റങ്ങളുമാണ്. ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ പോലീസിന് ഇതെന്തു പറ്റി എന്ന ചോദ്യമാണ് ആവർത്തിക്കപ്പെടുന്നത്. നാട്ടുകാർക്ക് വേണ്ടത് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന്റെ പെരുമാറ്റമാണ്. പക്ഷെ പോലീസിന് തിരികെ കിട്ടുന്നതോ തെമ്മാടികളോടുള്ള സ്വീകരണവും. പോലീസുകാരെല്ലാം നല്ലവരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നല്ലവരായ പോലീസുകാരെ ആത്മഹത്യയിലേക്കും നിർബന്ധിത വിരമിക്കലിലേക്കും ഒക്കെ തള്ളിവിടുന്ന ഈ സംവിധാനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ കേരള പോലീസിൽ വീണ്ടും ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കും.